ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ഞാനും ശ്വേതയും തനിഷ്കയും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ആക്ച്വലി പൂന സിറ്റിയിൽ ലക്ഷ്മി റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പം കുറച്ച് കുർത്തീസൊക്കെ വാങ്ങണമെന്നാണ് ഉദ്ദേശം. ഇന്ന് ആക്ച്വലി സൺഡേ ആണെങ്കിൽ റോഡിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ തിരക്കിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരവും അത്ര മാത്രമേ ഉള്ളൂ. ഈ റോഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളിങ്ങനെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇത് ചെയ്ത ബ്ലൂ കളർ വെച്ചിട്ട് അതിനപ്പുറത്താണ് BRT എന്ന് പറഞ്ഞാൽ ബസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ റോഡാണുള്ളത്. അപ്പം റോഡിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ പബ്ലിക് ബസ്സുകൾ, നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇത് അതിനകത്തൂടെ പോകും. അപ്പോൾ അവർ തിരക്കിപ്പെടാതെ കൃത്യസമയത്ത് തന്നെ അവർക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മൾ ഒരു സിഗ്നലിലെത്തി തിരക്ക് കൂടി വരികയാണ്, മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്ത് 2 സൈഡിൽ കുറേ സ്വർണത്തിൻ്റെ കടകളുണ്ട്, നമ്മളുടെ മലയാളി കടകളുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ റാങ്ക എന്ന് പറയുന്ന കണ്ടില്ലേ, ആ റാങ്ക എന്ന് പറയുന്നത് പൂനെയിൽ വലിയൊരു സ്വർണ്ണക്കടയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ മലബാർ ഗോൾഡും കല്യാണവും ഒക്കെ ഉണ്ട്. ഒരു മലയാളി കടയെന്ന് പറയുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതാ മലബാർ ഗോൾഡിൻ്റെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറത്തായിട്ടാണ് കല്യാൺ ജുവലേഴ്സും ഇപ്പം വന്നിട്ടുണ്ട്. ഇതൊരു സ്വാർഗേറ്റ് എന്നൊക്കെ പറയുന്ന ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മെയിൻ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഓൾഡ് പൂനെയിലാണ് മെയിൻ സിറ്റി. അപ്പം അവിടെ നമ്മൾ ലക്ഷ്മി റോഡെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ലക്ഷ്മി റോഡെന്ന് പറഞ്ഞാൽ വളരെ 2 സൈഡിലും കടകളുള്ള വലിയ ഒരു സ്ട്രീറ്റാണ്. പണ്ടത്തെ കാലത്തെ വലിയ ഷോപ്പിംഗ് ഏരിയയാണ്. നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഫാഷൻസ് എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ് പോകുന്നത്. ഒരു 10-25 വർഷം മുമ്പൊക്കെ ഞാൻ അവിടുന്ന് തുണികളൊക്കെ എടുക്കാറുണ്ട്. വളരെ റീസണബിളായിട്ടുള്ള റേറ്റിൽ നമുക്ക് കുർത്തയോ മെറ്റീരിയലൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു 2-3 മണിക്കൂറിനകം നമുക്ക് തയ്ച്ച് നമുക്ക് തരും. നമ്മൾ ചെന്നപ്പം ഈ കമ്മൽ മാലയൊക്കെ കിട്ടുന്ന ഒരു കടയിൽ, ഒരു ചെറിയ കടയിൽ വന്നു. തനിഷ്കയ്ക്ക് വളരെ ക്രേസാണ് ഇതിൻ്റെ കമ്മലിനൊക്കെ. അപ്പം അവിടെ നോക്കുകയാണ്, അവൾ ബ്രേസ്ലെറ്റൊക്കെ നോക്കുകയാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങി, കമ്മലോ ബ്രേസ്ലെറ്റോ ഒക്കെ വാങ്ങി. ശ്വേത കൊണ്ട് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യണമെന്ന് ഞാൻ ശ്വേതയെ വിളിച്ച് അതിനൊന്നും സമ്മതിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇതാ നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ഫാഷൻസ് എന്ന് പറയുന്ന കടയിലേക്ക് ചെന്ന് കയറുകയാണ്. നമ്മൾ ഫാഷനിൽ ചെന്ന് കയറി. അപ്പോൾ അവിടെ ഒരുപാട് നല്ല കുർത്തീസൊക്കെ ഉണ്ട്. കോട്ടൺ കുർത്തീസാണ് കൂടുതൽ. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്പോണ്ടിലൈറ്റിസ് കാരണം കൈക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്കൊക്കെ നീര് വരും. അതുകൊണ്ട് എനിക്ക് കൈ ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിമാൻഡ്. അതുപോലെ തന്നെ നമ്മൾ വെയിലത്തൊക്കെ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലൂസായിട്ടുള്ള ഡ്രസ്സാണ് എനിക്കിഷ്ടം. അപ്പം ഏത് ഡ്രസ്സ് വന്നാലും കൈ കയറുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ ഈ കൈ കയറുന്നത് വെച്ച് നോക്കി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട തുണി കിട്ടണമെന്നുമില്ല. ഇപ്പം ഞാനും ശ്വേതയും കൂടെ അങ്ങ് നോക്കുകയാണ്, ഏതൊക്കെ കൈ കയറുന്നു എല്ലാം എടുത്ത് നോക്കും. ഇതാ ഈ ഒരു ഡ്രസ്സ് ശ്വേതയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇത് വളരെ റീസണബിൾ റേറ്റ്, അതോ 550 റുപ്പീസിനൊക്കെ കിട്ടുന്നതാണ്. നല്ല ഒരുതരം ഖാദി പോലത്തെ ഒരു തുണിയാണ്. പക്ഷെ അതിൻ്റെ ലൈറ്റ് കളർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണമെന്ന് എടുക്കണോ വേണ്ട എന്നൊരു സംശയത്തിലാണ്. നമ്മൾ ഈ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് കളർ വളരെ ഇതായി എളുപ്പം ഇങ്ങനെ ചീത്തയായിട്ട് പോകും. സെയിൽസ്മാൻമാർ ഇഷ്ടം പോലെ തുണി എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർക്ക് അതിലും മടിയൊന്നുമില്ല. മമ്മി ഈ റേഞ്ച് കിട്ടത്തില്ല, വലിയ സൈസ് അല്ലേ. ഇതൊരു നല്ല കുർത്തിയായിരുന്നു. ഇതൊരു വൈറ്റ് കളറിൽ ലൈറ്റ് ഷെയ്ഡുള്ള ഒരു തുണിയാണ്. അതൊരു വിധം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 1030. अच्छा नहीं, कपड़ा अच्छा है।
ഇത് ഞാൻ മിക്കവാറും എടുക്കും. ये बाजू में निकालना है क्या तूने? ഇഷ്ടപ്പെട്ടൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് എടുക്കുന്നുണ്ട്. ശ്വേതയെന്ന് വളരെ അങ്ങ് ഇതായിട്ടിരിക്കുകയാണ്, അത് എടുക്കണമെന്ന് പറഞ്ഞ്. ഇതൊന്നും എടുക്കുന്നില്ല. ചുമപ്പൊക്കെ എടുക്കണമെന്നൊക്കെ ശ്വേത പറയുന്നുണ്ട്. ഞാനതൊന്നും എടുക്കുന്നില്ല. ഇനിയും അതാ ഈ ബ്ലാക്ക് നല്ലതായിരുന്നു, പക്ഷെ ബ്ലാക്ക് കളർ വേണ്ട. അത് കാരണം ഞാനത് റിജക്റ്റ് ചെയ്തു. എടുത്തു. ഇതിനിടയിൽ നല്ലൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഷോർട്ട് ടോപ്സ് നോക്കുകയാണ്. ശ്വേതയ്ക്കും നോക്കണം, രുദ്രാണിക്കും നോക്കണം എന്നുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഷോർട്ട് ടോപ്സ് ആണ്. അത് ജീൻസിൻ്റെ കൂടെ വേണേൽ ഇടാം, അതും അല്ലെങ്കിൽ ലൂസായിട്ടുള്ള പാൻറ്റിൻ്റെ കൂടെയോ കോട്ടൺ പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാം. ഇതൊക്കെ ഇത് നല്ല ഒരു റേഞ്ചാണ്. ഒരു 700-750 റേഞ്ചിലുള്ളതാണ്. ഇത് രുദ്രാണിക്ക് എടുക്കണമെന്ന് എനിക്കുണ്ട്. തനിഷ്കയ്ക്ക് വേണ്ടി നമ്മൾ ടോപ്പ് നോക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി തനിഷ്കയോട് പറഞ്ഞു ഒരു വല്ല ഫങ്ഷനൽ വെയർ പോലെ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. പക്ഷേ ശ്വേത പറയുന്നത് ഇത്ര കൊച്ചുകുട്ടി ഈ ഫങ്ഷനൽ ഇതുപോലത്തെ ഒക്കെ ഇട്ടാൽ ഒരുപാട് പ്രായം തോന്നും, അതുകൊണ്ട് വേണ്ടെന്നാണ് ശ്വേതയുടെ ഒരു ആർഗ്യുമെന്റ്. അവർ തനിഷ്കയ്ക്ക് വേണ്ടി ഡ്രസ്സ് നോക്കുകയാണ്. ഇത്രയും നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. ഇനി അതിന് പേയ്മെന്റ് കൊടുത്തിട്ട് പുറത്തോട്ട് പോകണം. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഹോട്ടലിൽ കഴിക്കാൻ വന്നു. നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ഹോട്ടലാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ നെയ്ബറിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണ്. ഇവിടെ നിന്നാൽ നമ്മൾ റോഡിന് ഇതിലുള്ള ഫ്ലൈ ഓവറാണ് കാണുന്നത്. ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്ത് മുത്തൂറ്റ് ബാങ്കിൻ്റെ ബോർഡ് വായിക്കാൻ കിട്ടുന്നുണ്ട്. രുദ്രനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. സൂപ്പ് വന്നു. ക്രീം ഓഫ് മഷ്റൂം സൂപ്പാണ് ഓർഡർ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ മെയിൻ കോഴ്സിൽ പനീർ പട്ടിയാലയും കാജു മസാലയും മസാല പപ്പടും പിന്നെ ബട്ടർ റൊട്ടിയുമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഒരുവിധം ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇത് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് എ സ്റ്റോൺ ത്രോ എവേ അത്രയും പറയാം. വീട്ടിൽ വന്നു. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ തുണിയൊക്കെ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് നമ്മുടെ ശ്വേതയ്ക്ക് എടുത്ത ഡ്രസ്സ്. ഇത് ഒരു ടോപ്പാണ്. ആലിയ എന്നാണ് ഈ ടോപ്പിൻ്റെ പേര്. ഒരു പക്ഷേ ആലിയ ഭട്ട് ഇട്ടതോ അല്ലെ ആലിയ ഭട്ട് ഇട്ട് ഏതെങ്കിലും സിനിമയിൽ ഇട്ടതോ ആയ ടോപ്പായിരിക്കും. എന്തൊക്കെയായാലും ഇത് ആലിയ നല്ലൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഞാൻ ശ്വേതയ്ക്ക് വേണ്ടിയാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഈ ആലിയയിൽ തന്നെ പാറ്റേണിൽ വേറെ ഒരു ഇത് മേടിച്ചു. ഇത് ആക്ച്വലി രുദ്രാണിക്ക് വേണ്ടി വാങ്ങിയതാണ്. രുദ്രാണിയുടെ ബർത്ത്ഡേ ആണ് മറ്റന്നാൾ 22. അപ്പോൾ രുദ്രാണിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് തനിഷ്കയ്ക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ടോപ്പാണ്. നല്ല കോട്ടൺ ആണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടി. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് 2-3 പാൻറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോയത്. ഇത് ഞാൻ ഒരു ടോപ്പ് എടുത്തു. അല്ല ഒരു ഫ്രോക്ക് ടൈപ്പാണ്. ഫുൾ ലെങ്തിലുള്ള ഒരു ടോപ്പാണ് എടുത്തത്. ഇത് വളരെ നല്ല ഒരു ടോപ്പ്. എനിക്ക് എൻ്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് വളരെ ബിലോ 500 റേറ്റ് കിട്ടിയാണ്. വളരെ നല്ല തുണിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. എനിക്ക് തോന്നുന്നത് എത്രയാ 395 400 റുപ്പീസിനാണ് ഇത് കിട്ടിയേക്കുന്നത്. പിന്നെ ഒരു ജീൻസിൻ്റെ പുറത്തിടുന്ന പോലെ ഒരു ഷോർട്ട് ടോപ്പ് വാങ്ങി. നല്ല ബ്ലൂ കളറുള്ള നല്ല മെറ്റീരിയൽ ഉള്ളത് കിട്ടി. ഇതൊരെണ്ണം വാങ്ങി. പിന്നെ നല്ല ഒരു ടോപ്പ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എന്നെക്കാളേറെ ഇത് ശ്വേതയുടെ സെലക്ഷനാണ്. ഇത് വാങ്ങി. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാം അതിന് മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റാണ് വാങ്ങിയത്. മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റ് ഇന്ന് ഓഫീസിൽ പോകുന്നതുകൊണ്ട് എത്ര തുണിയുണ്ടെങ്കിലും തികയത്തില്ല. അപ്പോൾ അതിന് വേണ്ടി മാച്ചിങ് ആയിട്ടുള്ള കുറേ ലൂസായിട്ടുള്ള പാൻറ്റാണ് വാങ്ങിയത്. ഇങ്ങനെ ഇത് ബ്ലാക്ക്, ഇതൊരു ഗ്രീൻ കളർ പോലെ ഉള്ളതാണ് ടോപ്പിന് ചെയ്തത്.
അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ ലൂസായിട്ടുള്ള പാൻറ്റാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാം കൂടി ഒരു നല്ല ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഷോപ്പിങ്ങും ഞങ്ങളുടെ പൂനായിലെ ലക്ഷ്മി റോഡും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.